Sir, good morning and welcome to the show. Morning Vishnu, morning viewers. സർ, നമുക്ക് ആദ്യം യു എസ് മാർക്കറ്റിലോട്ടൊന്ന് പോവാം. യു എസ് മാർക്കറ്റ് നമുക്ക് നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഒരു ക്ലോസിംഗിൽ കാണാൻ സാധിച്ചത് ഡൗ ജോൺസ് ഏകദേശം 0.61% ഒരു ഇടിവ് രേഖപ്പെടുത്തി. S&P 500-ൽ 0.67% ഒരു ഇടിവാണ് കാണാൻ സാധിച്ചത്. നാസ്ഡാക്കിലും 1% ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു എടുത്തത്. ഏതായാലും താരിഫുമായി ബന്ധപ്പെട്ട് പുതിയ പല ന്യൂസുകളൊക്കെ യു എസ് മാർക്കറ്റിൽ ഇപ്പോൾ നിലവിൽ നിൽക്കുന്നുണ്ട്. ഇനി യു എസ് മാർക്കറ്റിൽ താങ്കളുടെ ഒരു വ്യൂ എന്താണ്? വിഷ്ണു, എന്റെ കാഴ്ചപ്പാടിൽ ഒരു മാറ്റവും ഇല്ല. ഡൗ ജോൺസ് ഇൻഡെക്സ് ആൻഡ് നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ അണ്ടർടോൺ വളരെ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. നമ്മൾ ഡൗ ജോൺസ് ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷൻസിൽ ഒരു ഹെൽത്തി പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് നടന്നിരിക്കുന്നത്. ആൻഡ് അതിനെ തുടർന്ന് നമുക്ക് വളരെ ലോ റിസ്കിൽ വീണ്ടും ഒരു ബുള്ളിഷ് അസറ്റ് പെർഫോം ആയിട്ടുണ്ട്. ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ വളരെ മികച്ച ഒരു സപ്പോർട്ട് 40,800 പോയിന്റ് കാണാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. ഈ ആഴ്ചത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 41,900 പോയിന്റ്. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 400-500 പോയിന്റ് നേട്ടം ഓൾമോസ്റ്റ് ഇമ്മീഡിയറ്റ്ലി കാണാൻ സാധിക്കും. അതിനുശേഷമുള്ള മേജർ റെസിസ്റ്റൻസ് 42,650. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോങ് ടേം ട്രെൻഡ് തന്നെ ബുള്ളിഷായി മാറും. അതിനുശേഷമുള്ള 2 മേജർ റെസിസ്റ്റൻസ് 42,900, 43,400. എന്റെ ഒരു എക്സ്പെക്ടേഷൻ അടുത്തൊരു 1-1.5 മാസത്തിന് നമുക്ക് ഈ ഒരു മേജർ റെസിസ്റ്റൻസ് ആയിട്ടുള്ള 43,400 തന്നെ ഡൗ ജോൺസ് പോകുമെന്ന് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിലും സിമിലർ പാറ്റേൺ കാണാൻ സാധിക്കുന്നത്. നമ്മൾ ടെക്നോളജി സ്റ്റോക്സ്, അതായത് ടെസ്ല, മെറ്റ, ഗൂഗിൾ മുതലായ സ്റ്റോക്സ് ഒക്കെ സ്റ്റഡി ചെയ്യുമ്പോഴേക്കും എല്ലാത്തിലും നമുക്ക് ലോ റിസ്ക് ആയിട്ട് ബുള്ളിഷ് അസറ്റ് പെർഫോം ആയിട്ടുണ്ട്. ഈ ആഴ്ച നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ ആദ്യത്തെ 21,250. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് 21,900, 22,200. സാറിന് ഈ കമ്മോഡിറ്റി മാർക്കറ്റിലോട്ട് പോകാം. നമുക്ക് കമ്മോഡിറ്റി മാർക്കറ്റ് ഇപ്പോൾ ബ്രെൻഡ് അല്ലെങ്കിൽ WTI ക്രൂഡ് ഒക്കെ നോക്കുമ്പോൾ 0.2% അല്ലെങ്കിൽ 0.1% ഒരു നേരിയ ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞൊരു വീക്കിലി ട്രേഡിംഗ് ഒക്കെ നോക്കുമ്പോൾ കഴിഞ്ഞ വീക്കിൽ ഒരു ചെറിയ നേരിയ ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു ക്രൂഡിൽ ഉണ്ടായിരുന്നത്. ക്രൂഡിൽ താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ക്രൂഡിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ട് കാണുന്നത്. ബട്ട് ക്രൂഡിന്റെ കേസിൽ ഷോർട്ട് ടേമിൽ എനിക്കൊരു റിക്കവറി കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ആഴ്ചത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ്, ദിസ് ഇസ് ലൈറ്റ് സ്വീറ്റ് ക്രൂഡ്, $62.50 ആയിരിക്കും. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് $63.50, പിന്നീടുള്ള റെസിസ്റ്റൻസ് $64.50. സോ മൈ എക്സ്പെക്ടേഷൻ ഈ ആഴ്ച നമുക്ക് ഈ 3 റെസിസ്റ്റൻസ് ആയിരിക്കും ശ്രദ്ധിച്ചിരിക്കുന്നത്. ഐ എക്സ്പെക്ട് എ റിക്കവറി ഇൻ ക്രൂഡ് ഓയിൽ. സർ, ഗോൾഡിലോട്ട് വരുമ്പോൾ നമുക്ക് ഇന്ന് ഒരു നേരിയ ഇടിവിലാണ് നിലവിൽ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. 0.2% ഒരു ഇടിവാണ് രേഖപ്പെടുത്തുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞൊരു വീക്കിലി ട്രേഡിംഗ് നോക്കുമ്പോൾ ഗോൾഡ് ഏകദേശം 4.8% ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു എടുത്തിരുന്നത്. ഗോൾഡിൽ താങ്കൾ ഇനി വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? സ്വർണത്തിന്റെ കേസിൽ കഴിഞ്ഞ 6 ട്രേഡിംഗ് സെഷൻസിലും നമുക്ക് നേട്ടമായിരുന്നു കാണാൻ സാധിക്കുന്നത്. അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് വീണ്ടും സൈഡ് വേസ് ആയി മാറിയിട്ടുണ്ട്. ബട്ട് സ്വർണത്തിന്റെ കേസിൽ നമുക്ക് ഷോർട്ട് ടേം ട്രെൻഡ് വീണ്ടും ബുള്ളിഷായി മാറണമെങ്കിൽ $3,460 മുകളിൽ ക്ലോസ് ചെയ്യണം. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ റെസിസ്റ്റൻസ് ആയിരിക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. അറ്റ് ദ സെയിം ടൈം നമ്മൾ സ്റ്റോപ്പ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവല് 3,270. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. സാർ, നമുക്ക് ഇനി ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരാം. നിലവിൽ നമുക്ക് ലാസ്റ്റ് ഡേയിലെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ 0.99% ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് 24,853 എന്നൊരു നിലയിൽ ക്ലോസ് ചെയ്തൊരു നിഫ്റ്റി 50 ആണ് നമുക്ക് കാണാൻ സാധിച്ചത്. കഴിഞ്ഞൊരു വീക്കിലി ട്രേഡിംഗ് നോക്കുമ്പോൾ ഒരു 0.6% ഒരു നേരിയ ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു നിഫ്റ്റി 50-ൽ കാണാൻ സാധിച്ചത്. നിഫ്റ്റി 50-ൽ ഇനി താങ്കൾ വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി 50യുടെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് കഴിഞ്ഞ ഒരാഴ്ചത്തെ ട്രേഡിംഗ് നോക്കുമ്പോഴേക്കും നമുക്കൊരു കൺസോൾട്ടേഷൻ ആയിരുന്നു കാണാൻ സാധിച്ചത്. ഈ ആഴ്ചത്തെ ട്രേഡിലെ മേജർ റെസിസ്റ്റൻസ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്ന നിഫ്റ്റി 50യുടെ കേസിൽ 21,120 പോയിന്റ്. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഷോർട്ട് ടേമിൽ നല്ലൊരു കുതിപ്പ് നമുക്ക് പ്രതീക്ഷിക്കാം. അതിനുശേഷമുള്ള മേജർ റെസിസ്റ്റൻസ് 25,350, അതിനുശേഷം 25,650. അറ്റ് ദ സെയിം ടൈം നമ്മൾ സപ്പോർട്ടിന് വേണ്ടി ഈ ആഴ്ച ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവല് 24,400 പോയിന്റ്.
ഇനി ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരുമ്പോൾ ബാങ്ക് നിഫ്റ്റിയും 0.8% ഒരു നേട്ടമായിരുന്നു വെള്ളിയാഴ്ചത്തെ ട്രേഡിംഗിൽ കാഴ്ചവെച്ചത്. 55,398 എന്നൊരു നിലയിലായിരുന്നു ബാങ്ക് നിഫ്റ്റി ഒരു ക്ലോസിംഗ് എടുത്തത്. നമ്മളൊരു വീക്കിലി ട്രേഡിംഗ് നോക്കുമ്പോൾ കഴിഞ്ഞ വീക്കിൽ ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിലുള്ള ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടായിരുന്നു ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ ഒരു ട്രേഡിംഗ് ക്ലോസ് ചെയ്തിട്ട് കാണാൻ സാധിച്ചത്. അതിന് മുമ്പത്തെ വീക്കിലും ഏകദേശം 3% ഒരു നേട്ടം രേഖപ്പെടുത്താൻ ബാങ്ക് നിഫ്റ്റിക്ക് സാധിച്ചിരുന്നു. ബാങ്ക് നിഫ്റ്റിയിൽ താങ്കൾ ഇനി വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ കഴിഞ്ഞ ഓൾമോസ്റ്റ് ഒരു മാസമായിട്ട് നമുക്കൊരു കൺസോൾട്ടേഷൻ കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഓൾ ടൈം ഹൈ നൽകിയത് ഏപ്രിൽ 23 ആയിരുന്നു. അതിനുശേഷം ഇന്നിപ്പോ നമുക്ക് മോർ ദാൻ 1 മന്തിന്റെ ഒരു കൺസോൾട്ടേഷനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ബ്രേക്ക് ഔട്ടിന് വേണ്ടി സമയം വീണ്ടും റെഡിയായിക്കൊണ്ടിരിക്കുന്നു. ഈ ആഴ്ചത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 55,700 പോയിന്റ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നീട് കാണുന്ന മേജർ റെസിസ്റ്റൻസ് ഓൾ ടൈം ഹൈ 56,100 പോയിന്റ്. ഈ രണ്ട് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു മുന്നേറ്റം നമുക്ക് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ കാണാൻ സാധിക്കും. അതിനുശേഷമുള്ള രണ്ട് മേജർ റെസിസ്റ്റൻസ് ആദ്യത്തെ 57,700, 58,600. സാറിന് ആദ്യം ഒരു സ്റ്റോക്കിൻ ഫോക്കസിലോട്ട് വരുമ്പോൾ ചോദിക്കാനുള്ളത് JSW സ്റ്റീലിനെ പറ്റിയാണ്. നിലവിൽ 0.2% ഒരു നേട്ടമായിരുന്നു ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ കാഴ്ചവെച്ചത്. 1008 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആണ് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിന്റെ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ മാർച്ചിലാണ്. അതിനുശേഷത്തെ ഒരു സ്റ്റോക്ക് നോക്കുമ്പോൾ ഏകദേശം ഒരു 6% ഇടിവ് രേഖപ്പെടുത്തുന്ന ഒരു നിലയിൽ ഏകദേശം ഓൾ ടൈം ഹൈക്ക് തൊട്ടടുത്തായിട്ട് തന്നെയാണ് JSW സ്റ്റീലിന്റെ ഒരു ട്രേഡിംഗ് നിലവിൽ നടക്കുന്നത്. ഏതായാലും സ്റ്റോക്കിന്റെ ഒരു കൺസോൾട്ടേറ്റഡ് നെറ്റ് പ്രോഫിറ്റിൽ ഇപ്പോൾ Q4 വന്നപ്പോൾ 16% ഒരു നേട്ടം രേഖപ്പെടുത്താനും JSW സ്റ്റീലിന് സാധിച്ചിട്ടുണ്ട്. JSW സ്റ്റീലിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? JSW സ്റ്റീൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. ഈ സ്റ്റോക്കിൽ നമുക്ക് ശക്തമായിട്ട് ഒരു അപ്വേർഡ് മൂവ്മെന്റ് കാണണമെങ്കിൽ 1085 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അറ്റ് ദിസ് പോയിന്റ് ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുമെന്ന് നമുക്ക് ഒരു സൂചനയും കാണാൻ സാധിക്കുന്നില്ല. കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 920 നമ്മൾ സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സാർ, അടുത്ത നമുക്കൊരു സ്റ്റോക്കിൻ ഫോക്കസിലുള്ളത് അശോക് ലൈലാൻഡ് ആണ്. ഇതായാലും അശോക് ലൈലാൻഡിന്റെ ഒരു വളർച്ച നോക്കുമ്പോൾ ഏകദേശം 38% ഒരു വളർച്ച ഈ ഒരു Q4 രേഖപ്പെടുത്തിയിട്ടുള്ളതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ 0.34% ഒരു നേട്ടത്തിലാണ് ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ കാഴ്ചവെച്ചത്. 239 ലാസ്റ്റ് ട്രേഡർ പ്രൈസ്. ഏതായാലും സ്റ്റോക്ക് ഈ ഒരു മാസം 8% ഒരു നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞൊരു മാസത്തിലും 10% ഒരു നേട്ടം രേഖപ്പെടുത്തിയ ഒരു ക്ലോസിംഗ് ആയിരുന്നു അശോക് ലൈലാൻഡ് കാഴ്ചവെച്ചത്. നിലവിൽ അശോക് ലൈലാൻഡ് താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അശോക് ലൈലാൻഡിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് കഴിഞ്ഞ രണ്ട് ട്രേഡിംഗ് സെഷൻ ശ്രദ്ധിക്കുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒത്തിരി പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. എസ്പെഷ്യലി ഒരു ട്രേഡിംഗിന് വേണ്ടി ലോങ് പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട 233 രൂപയിലായിരിക്കും. ഇന്നത്തെ ട്രേഡിൽ എനിക്ക് പുതിയ ലോങ് പൊസിഷൻ എടുക്കാനായിട്ട് ഒരു ലോ റിസ്ക് അവസരം കാണാൻ സാധിക്കുന്നില്ല. സാർ, ഇനി അറിയേണ്ടത് GMR എയർപോർട്ടിനെ പറ്റിയാണ്. നിലവിൽ 2.3% ഒരു ഇടിവായിരുന്നു ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ ഈ ഒരു സ്റ്റോക്ക് കാഴ്ചവെച്ചത്. 86 എന്നുള്ള ഒരു ലാസ്റ്റ് ട്രേഡ് പ്രൈസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിനെ പറ്റി നോക്കുമ്പോൾ കഴിഞ്ഞൊരു മാസം ഏകദേശം ഒരു 15% ഒരു നേട്ടം രേഖപ്പെടുത്തിയ നിലയിലായിരുന്നു ക്ലോസിംഗ് രേഖപ്പെടുത്തിയത്. ഈ ഒരു ഓഹരിയിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? GMR എയർപോർട്ടിന്റെ കേസിലും ലോങ് ടേം ട്രെൻഡ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് ഈ ഒരു സ്റ്റോക്കില് 91, 94 ഈ ഒരു റേഞ്ചിൽ വളരെ സ്ട്രോങ് ഒരു റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിൽ നമുക്ക് ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കത്തുള്ളൂ. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ആദ്യത്തെ സപ്പോർട്ട് 83, അതിനുശേഷം 79. ഇനി അറിയേണ്ടത് ശക്തി പമ്പിനെ കുറിച്ചാണ്. നമുക്ക് നിലവിൽ സ്റ്റോക്ക് നോക്കുമ്പോൾ 1% ഒരു നേട്ടമാണ് ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ കാഴ്ചവെച്ചത്. 854 ലാസ്റ്റ് ട്രേഡർ പ്രൈസ്. സ്റ്റോക്കിനെ പറ്റി നോക്കുമ്പോൾ ജാനുവരിയിലായിരുന്നു ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തത്. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലൊക്കെ ഒരു കൺസോൾട്ടേഷൻ ആണ് ഈ ഒരു സ്റ്റോക്കിൽ നിലവിൽ കാണാൻ സാധിക്കുന്നത്. ശക്തി പമ്പിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ശക്തി പമ്പിന്റെ കേസിൽ നമ്മൾ ആദ്യം തന്നെ ഓർക്കേണ്ടത് ദിസ് ഇസ് സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് കാര്യമായിട്ട് ഈ സ്റ്റോക്കിൽ ഒരു ട്രേഡിംഗ് ലിക്വിഡിറ്റി കാണാൻ സാധിക്കുന്നില്ല. അറ്റ് ദ മൊമെന്റ് ഈ സ്റ്റോക്ക് 815, 925 ഈ ഒരു റേഞ്ചിൽ കൺസോൾട്ടേഷൻ നടത്തി വരുന്നു. ഇതിൽ ഏതെങ്കിലും ഒരു ലെവല് ബ്രേക്ക് ചെയ്താൽ നമുക്കൊരു ട്രേഡിംഗ് അവസരം ലഭിക്കാൻ പോകുന്നുള്ളൂ.
സാർ ഇനി അറിയേണ്ടത് ബാങ്കിങ് സെക്ടറിൽ നിന്നുള്ള ഒരു ബാങ്കിനെ പറ്റിയാണ്. യൂണിയൻ ബാങ്കിനെ പറ്റിയാണ് നിലവിൽ അറിയേണ്ടത്. 0.3% ഒരു നേട്ടമാണ് ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ കാഴ്ചവെച്ചത്. 140 ലാസ്റ്റ് ട്രേഡ് പ്രൈസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്ക് നോക്കുമ്പോൾ ഈ ഒരു മാസം ഉൾപ്പെടെ കഴിഞ്ഞ 2 മാസങ്ങളിൽ ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് നിലവിൽ ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. യൂണിയൻ ബാങ്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? യൂണിയൻ ബാങ്കിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ബട്ട് പുതിയ ലോങ് പൊസിഷൻ എടുക്കണമെങ്കിൽ 142 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. സാർ ഇനി അറിയേണ്ടത് ക്ലീൻ സയൻസിനെ പറ്റിയാണ്. ക്ലീൻ സയൻസിനെ പറ്റി നമ്മൾ നോക്കുമ്പോൾ നിലവിൽ കാണാൻ സാധിക്കുന്നത് 7% ഒരു മുന്നേറ്റം ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ ഈ ഒരു സ്റ്റോക്ക് കാഴ്ചവെച്ചിരുന്നു. 1433 എന്നുള്ളൊരു നിലയിലാണ് ലാസ്റ്റ് ട്രേഡ് പ്രൈസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിനെ പറ്റി നോക്കുമ്പോൾ ഈ ഒരു മാസം തന്നെ സ്റ്റോക്ക് ഏകദേശം 22% ഒരു നേട്ടം രേഖപ്പെടുത്തിയ ഒരു നിലയിലാണ് ട്രേഡിംഗ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ക്ലീൻ സയൻസിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ക്ലീൻ സയൻസ് 2021 ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. ആൻഡ് 2022 നമുക്കൊരു ഓൾ ടൈം ഹൈ 2700 രൂപയിൽ നൽകിയതിനു ശേഷം വളരെ ഹെവി സെല്ലിംഗ് പ്രഷറെ കഴിഞ്ഞ 1.5 വർഷത്തിനിടെ ഇത് നേരിട്ടിട്ടുണ്ട്. എങ്കിലും ഈ സ്റ്റോക്ക് ഏപ്രിൽ മാസത്തിന് ശേഷം വീണ്ടും ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് അട്രാക്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് പർട്ടിക്കുലർലി നമ്മൾ കഴിഞ്ഞ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചത്തെയും ട്രേഡിംഗ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട്. അതിനെ തുടർന്ന് ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിട്ടുമുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 മേജർ റെസിസ്റ്റൻസ് 1450, 1485, 1560. പുതിയ ലോങ് പൊസിഷൻസ് നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് മാത്രമേ കൺസിഡർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ചാമ്പൽ ഫെർട്ടിലൈസേഴ്സിനെ പറ്റിയാണ് അറിയേണ്ടത്. ആ ഒരു സ്റ്റോക്ക് നോക്കുമ്പോൾ 0.5% ഒരു നേട്ടം രേഖപ്പെടുത്തിയ ഒരു ക്ലോസിംഗ് ആയിരുന്നു കഴിഞ്ഞ ദിവസം എടുത്തത്. 594 ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിനെ പറ്റി നോക്കുമ്പോൾ ഈ ഒരു മാസം തന്നെയായിരുന്നു ഒരു ഓൾ ടൈം ഹൈ ഒരു സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്തത്. എന്നാൽ അതിനുശേഷം പിന്നീട് അങ്ങോട്ട് ഒരു ഇടിവ് രേഖപ്പെടുത്തി ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് എന്നൊരു രീതിയിലേക്കുള്ള ഒരു ട്രേഡിംഗ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചാമ്പൽ ഫെർട്ടിലൈസേഴ്സിൽ ഇനി താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ചാമ്പലിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് കഴിഞ്ഞ ഒരു 2-3 ആഴ്ചയ്ക്ക് നടന്ന പ്രോഫിറ്റ് ബുക്കിങ്ങിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിയിട്ടുണ്ട്. എങ്കിലും ഈ സ്റ്റോക്കിന് 578 രൂപയിൽ വളരെ സ്ട്രോങ് സപ്പോർട്ട് ഉണ്ട്. എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ ഒരു സപ്പോർട്ടായിരിക്കണം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ഇതിൽ ഷോർട്ട് കവറിംഗ് നടക്കുന്ന സമയത്താണ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 645. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറത്തുള്ളൂ. സാർ ഇനി അടുത്തൊരു സ്റ്റോക്ക് നമുക്ക് അറിയേണ്ടത് റിലയൻസ് പവറിനെ കുറിച്ചാണ്. റിലയൻസ് പവർ നമ്മൾ നോക്കുമ്പോൾ നിലവിലത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത് 16% ഒരു മുന്നേറ്റമായിരുന്നു ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ ഈ ഒരു സ്റ്റോക്ക് കാഴ്ചവെച്ചത്. 51 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിനെ പറ്റി നോക്കുമ്പോൾ നിലവിലൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തത് ഒക്ടോബറിലായിരുന്നു. ആ ഒരു ലെവലിലേക്ക് തൊട്ടടുത്ത് തന്നെ സ്റ്റോക്കിന്റെ ഒരു പ്രൈസ് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. റിലയൻസ് പവറിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? വിഷ്ണു, കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ട്രേഡിംഗ് നോക്കുമ്പോഴേക്കും നമുക്ക് ഈ സ്റ്റോക്കിൽ ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് വന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ബട്ട് നമ്മൾ ഈ സ്റ്റോക്കിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ സ്റ്റോക്കിൽ ഫൈനാൻഷ്യൽസ് വളരെ മോശമാണ്. സോ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് ഇസ് പ്യൂർലി സ്പെക്യുലേറ്റീവ്. സോ നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം നമ്മൾ പുതിയ ലോങ് പൊസിഷൻസ് എടുക്കാൻ ശ്രമിക്കുക. പിന്നീട് എനിക്കൊരു കറക്ഷൻ നൽകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ സ്റ്റോക്കിന്റെ ഓൾ ടൈം ഹൈ ആ പറഞ്ഞ ലെവലിലല്ല. ഈ സ്റ്റോക്കിന്റെ ഓൾ ടൈം ഹൈ 10-15 വർഷം മുൻപ് ലിസ്റ്റ് ചെയ്ത സമയത്ത് 340 രൂപയ്ക്ക് അടുത്തായിരുന്നു ഇതിന്റെ ഓൾ ടൈം ഹൈ. അതിനുശേഷം ഈ സ്റ്റോക്കിൽ കണ്ടിന്യൂസ് ആയിട്ട് കഴിഞ്ഞ 10-15 വർഷത്തിനിടെ ഒത്തിരി സ്പെക്കുലേറ്റീവ് ട്രേഡിംഗ് നടന്നിട്ടുണ്ട്. ബട്ട് എങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെള്ളിയാഴ്ചത്തെ ആ സ്ട്രോങ് ബൈയിങ്ങിനെ തുടർന്ന് വീണ്ടും ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ബട്ട് മോസ്റ്റ് ലൈക്ലി ഇറ്റ് ഇസ് എ സ്പെക്കുലേറ്റീവ് ബൈയിങ്. താങ്ക് യു സാർ. ഏതായാലും നമുക്ക് അടുത്തൊരു സ്റ്റോക്ക് നമുക്ക് ചോദിക്കാനുള്ളത് ട്രാൻസ്റൈ ലൈറ്റിങ്ങിനെ പറ്റിയാണ്. നമ്മൾ സ്റ്റോക്ക് നോക്കുമ്പോൾ 1.5% ഒരു നേട്ടം രേഖപ്പെടുത്തി 571 എന്നൊരു നിലയിലാണ് സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡിംഗ് നടത്തുന്നത്. നമുക്ക് ഈ ഒരു മാസം നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് 23% ഒരു നേട്ടം രേഖപ്പെടുത്തിയിട്ടാണ് ഒരു ട്രേഡിംഗ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഓഹരിയിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സോ ട്രാൻസ്റൈൽ ലൈറ്റിംഗ് വീണ്ടും ഇറ്റ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ബട്ട് ഈ സ്റ്റോക്കിന് ലിസ്റ്റ് ചെയ്തിട്ട് ഒത്തിരി നാളുകളായിട്ടില്ല.
ബട്ട് ഈ മാസം മെയ് മാസത്തിന് തുടക്കം മുതൽ തന്നെ 440 രൂപയിൽ ഒരു ബോട്ടം ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഈ സ്റ്റോക്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് തീർച്ചയായിട്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ, ബട്ട് പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുമെന്നുള്ളൊരു കാര്യം നമ്മൾ ഓർത്തിരിക്കണം. പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് ലോ റിസ്കിൽ ഒരു പുതിയ ബൈയിങ് അവസരം ലഭിക്കാൻ പോകുന്നുള്ളൂ. സാർ ഇനി അറിയേണ്ടത് ഏഞ്ചൽ വണ്ണിനെ പറ്റിയാണ്. ഏഞ്ചൽ വണ്ണ് 5% ഒരു മുന്നേറ്റമാണ് ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ കാഴ്ചവെച്ചത്. 3079 ആണ് ഇപ്പോൾ ഒരു ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു മാസത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ സ്റ്റോക്ക് ഇപ്പോൾ ഓൾറെഡി ഒരു 30% ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ട്രേഡിംഗ് തുടരുന്നത്. ഏഞ്ചൽ വണ്ണിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഏഞ്ചൽ വണ്ണിന്റെ കേസിൽ കഴിഞ്ഞ ഒരു മാസത്തെ നേട്ടത്തിനെ തുടർന്ന് ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ഈ സ്റ്റോക്ക് വെള്ളിയാഴ്ചത്തെ ട്രേഡിൽ 3110 രൂപയുടെ മേജർ റെസിസ്റ്റൻസ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ വി ഹാവ് ടു ബി കെയർഫുൾ ബിക്കോസ് ആ ഒരു ലെവൽ എത്തുന്ന സമയത്ത് ഇതിൽ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കാൻ ചാൻസസ് ഉണ്ട്. 3110 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള രണ്ട് മേജർ റെസിസ്റ്റൻസ് ആദ്യത്തെ 3180 അതിനുശേഷം 3330. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാം. ബട്ട് പുതിയ ലോങ് പൊസിഷൻസ് കറക്ഷൻ നടക്കുന്ന സമയത്ത് മാത്രമേ അഡ്വൈസ് ചെയ്യുന്നുള്ളൂ. ഇനി അറിയേണ്ടത് ഡോഡ്ല ഡയറിനെ പറ്റിയാണ്. ഡോഡ്ല ഡയറി നോക്കുമ്പോൾ 0.6% ഒരു നേട്ടമാണ് ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ കാഴ്ചവെച്ചത്. 1198 എന്നൊരു നിലയിലാണ് ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു വീക്കിലി ട്രേഡിംഗ് നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു 3 വീക്കിലി ട്രേഡിംഗ് നോക്കുമ്പോൾ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ക്ലോസിംഗ് ആണ് സ്റ്റോക്ക് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഡോഡ്ല ഡയറിയിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഡോഡ്ല ഡയറിയുടെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയിട്ട് കാണുന്നത്. ദിസ് സ്മോൾ ക്യാപ് സ്റ്റോക്ക് കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റി ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. അറ്റ് ദിസ് മൊമെന്റ് എനിക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് അവസരം ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. സോ വി ഹാവ് ടു വെയിറ്റ് ഫോർ എ ലോ റിസ്ക് ബൈയിങ് ഓപ്പർച്യൂണിറ്റി. ഓക്കെ സാർ, നമുക്ക് അടുത്തൊരു സ്റ്റോക്കിലോട്ട് പോകാം. നമുക്ക് അടുത്ത ഒരു സ്റ്റോക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത് നാൽക്കോയെ പറ്റിയാണ് നമുക്ക് അറിയേണ്ടത്. നാൽക്കോയുടെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് നിലവിൽ കാണാൻ സാധിക്കുന്നത് സ്റ്റോക്ക് ലാസ്റ്റ് ഒരു ട്രേഡിംഗ് ഡേയിൽ കാഴ്ചവെച്ചത് 0.15% ഒരു നേട്ടമായിരുന്നു കാണാൻ സാധിച്ചത്. 911 ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നെൽക്കോയിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? നെൽക്കോയുടെ കേസിൽ അഗെയിൻ ഇറ്റ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് നെൽക്കോയുടെ കേസിൽ നമുക്ക് മാർച്ച് മാസത്തിന് ശേഷം ഈ സ്റ്റോക്ക് ഒരു കൺസോൾട്ടേഷൻ ഫേസിലോട്ട് നീങ്ങിയിട്ടുണ്ട്. അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയി മാറിയിട്ടുണ്ട്. ലോങ് ടേം ട്രെൻഡ് കണ്ടിന്യൂസ് ടു ബി ബെയറിഷ്. ഈ സ്റ്റോക്കിന് ഇമ്മീഡിയറ്റ് ആയിട്ട് രണ്ട് റെസിസ്റ്റൻസ് ലെവൽസാണ് കാണുന്നത്. ആദ്യത്തെ 980, ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. ബട്ട് 1045 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താലേ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറത്തുള്ളൂ. സർ ഇനി അറിയേണ്ടത് സ്വിഗ്ഗിയെ പറ്റിയാണ്. സ്വിഗ്ഗി നോക്കുമ്പോൾ 2.72% ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് 323 എന്നുള്ള ഒരു ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്വിഗ്ഗിയിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സ്വിഗ്ഗിയുടെ കേസിൽ കഴിഞ്ഞ ഡിസംബർ മാസത്തിന് ശേഷം വലിയ സെല്ലിംഗ് പ്രഷർ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനെ തുടർന്ന് ഓൾമോസ്റ്റ് ഈ സ്റ്റോക്ക് അതിന്റെ ഒരു 50% വാല്യൂ നഷ്ടപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഇതിന്റെ ഒരു ഓൾ ടൈം ലോ, അറൌണ്ട് 300 രൂപയ്ക്ക് അടുത്തായിരുന്നു ഇതിന്റെ ഓൾ ടൈം ലോ. എന്റെ ഒരു എക്സ്പെക്ടേഷൻ ഇസ് ദാറ്റ് നമ്മൾ ഈ സ്റ്റോക്കിന്റെ ബോട്ടം കണ്ടു കഴിഞ്ഞു എങ്കിലും നമുക്കൊരു കൺഫർമേഷൻ ലഭിക്കുന്നില്ല. നമുക്ക് ആ ഒരു കൺഫർമേഷൻ ലഭിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈയിങ് അവസരം കാണാൻ സാധിക്കത്തുള്ളൂ. നമ്മൾ ഈ ആഴ്ച നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 340 രൂപ. 340 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. ആ ഒരു സമയത്ത് മാത്രമേ നമുക്ക് ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കത്തുള്ളൂ. സാർ ഇനി അറിയേണ്ടത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡിനെ പറ്റിയാണ്. നമ്മൾ ഹാലിൻ്റെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിലവിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് 1.56% ഒരു ഇടിവായിരുന്നു ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ കാഴ്ചവെച്ചത്. 4961 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആണ് കാണാൻ സാധിക്കുന്നത്. HAL താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഹാലിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ഒരു വീക്ക്നെസ്സും അറ്റ് ദ മൊമെന്റ് കാണാൻ സാധിക്കുന്നില്ല. ബട്ട് എങ്കിലും ഇത്രയും വലിയൊരു നേട്ടത്തിനെ തുടർന്ന് നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 4790 സപ്പോർട്ടായിരിക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. സർ ഇനി അറിയേണ്ടത് നമുക്ക് BSEയെ പറ്റിയാണ്. BSEയുടെ ഒരു ട്രേഡിംഗ് നമുക്ക് നോക്കുമ്പോൾ ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ നമുക്ക് കാണാൻ സാധിച്ചത് സ്റ്റോക്കിൽ ഒരു ഇടിവ് രേഖപ്പെടുത്തുന്ന ഒരു കാഴ്ചയായിരുന്നു കാണാൻ സാധിച്ചത്. ക്ഷമിക്കണം സാർ, എനിക്ക് എൻ്റെ ഡാറ്റ ഇപ്പോൾ ലഭ്യമല്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു വീക്കിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു ബോണസ് ഇഷ്യൂനെ തുടർന്ന് ഈ സ്റ്റോക്കിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായിരുന്നു ഈ ഒരു ഫാളിൻ്റെ കാര്യം? ഇനി ഒരു സ്റ്റോക്കിൽ എന്തായിരിക്കാം നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്?
ബി എസ് സിയുടെ കേസിൽ ഇത് 2:1, അതായത് നമ്മുടെ കൈവശം ഒരു ഷെയർ ഉണ്ടെങ്കിൽ 2 ഫ്രീ ബോണസ് ഷെയർസ് ആയിരുന്നു കമ്പനി നൽകിയത്. ആ ഒരു തീയതി റെക്കോർഡ് ഡേറ്റ് കഴിഞ്ഞ 23-ാം തീയതി ആയിരുന്നു. അതിനെ തുടർന്നായിരുന്നു നമുക്ക് ഈ സ്റ്റോക്കിന്റെ മാർക്കറ്റ് പ്രൈസിൽ ഒരു കറക്ഷൻ നടന്നിരിക്കുന്നത്. ഇതിന്റെ ലോങ് ടേം ട്രെൻഡ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. കമ്പനിയുടെ ഫൈനാൻഷ്യൽ പെർഫോമൻസ് മികച്ചതായി തുടരുന്നു. ഇത് ഏത് പോർട്ട്ഫോളിയോയിലും നമുക്ക് ലോങ് ടേമിന് വേണ്ടി നിലനിർത്താവുന്ന ഒരു സ്റ്റോക്കാണ്. സോ പ്ലീസ് കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ദാറ്റ് ലോങ് പൊസിഷൻ. ഡോക്ടർ റെഡ്ഡിയെ പറ്റിയാണ് ഇനി അറിയേണ്ടത്. 0.6% ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് 1230 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡർ പ്രൈസിലാണ് ഈ ഒരു സ്റ്റോക്കിന്റെ ഒരു ട്രേഡിംഗ് നടന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു മന്ത്ലി ട്രേഡിംഗ് നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു 2 മാസങ്ങളിൽ ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് എടുക്കാൻ ഡോക്ടർ റെഡ്ഡിക്ക് സാധിക്കുന്നുണ്ട്. ഡോക്ടർ റെഡ്ഡീസിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഡോക്ടർ റെഡ്ഡിയുടെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ടാണ് കാണുന്നത്. ഈ സ്റ്റോക്കിന് വളരെ സ്ട്രോങ് റെസിസ്റ്റൻസ് 1300 രൂപയിൽ കാണുന്നുണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് ഈ സ്റ്റോക്കിൽ ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി ലഭിക്കത്തുള്ളൂ. ഇനി നമ്മുടെ വാച്ച് ലിസ്റ്റിലുള്ള ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് JK ടയർ ആണ്. JK ടയറിന്റെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ നിലവിൽ കാണാൻ സാധിക്കുന്നത് സ്റ്റോക്ക് ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ കാഴ്ചവെച്ചിരിക്കുന്നത് ഇത് ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിലുള്ള ഒരു ട്രേഡിംഗ് ആയിരുന്നു. 383 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആണ് കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്കും കഴിഞ്ഞൊരു 2 മാസങ്ങളിൽ ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു കാഴ്ചവെച്ചത്. ഈ ഒരു മാസം നോക്കുമ്പോൾ ഏകദേശം 23% ഒരു നേട്ടം ഓൾറെഡി രേഖപ്പെടുത്തിയിട്ടുണ്ട്. JK ടയേഴ്സിൽ താങ്കളുടെ ഒരു റിവ്യൂ എന്താണ്? JK ടയർസിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. അറ്റ് ദ മൊമെന്റ് ഈ സ്റ്റോക്കിലെ വീക്ക്നെസ് ഒന്നും കാണാൻ സാധിക്കുന്നില്ല. എങ്കിലും നമുക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത് ഏപ്രിൽ 7-ാം തീയതി ആയിരുന്നു ഇതിന്റെ ഒരു മേജർ ബോട്ടം 244 രൂപയിൽ. ആൻഡ് കഴിഞ്ഞ ആഴ്ചത്തെ ട്രേഡിൽ ഇത് നമുക്ക് ഹൈ നൽകിയിരിക്കുന്നത് 400 രൂപയിലാണ്. സോ വളരെ ഷോർട്ട് ടേം ചാർട്ട്സ് സ്റ്റഡി ചെയ്യുന്ന സമയത്ത് നമുക്ക് അല്പം ഓവർ ഹീറ്റഡ് ആയിട്ട് ഈ സ്റ്റോക്കിനെ കാണാൻ സാധിക്കുന്നത്. സോ നമ്മൾ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. പുതിയ ലോങ് പൊസിഷൻസ് കറന്റ് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നുണ്ട്. സർ, അവസാനമായി ചോദിക്കാനുള്ളത് ഡിഫൻസ് സെക്ടറിനെ കുറിച്ചാണ്. ആ ഒരു സെക്ടറിൽ താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഇനി മാത്രമല്ല ഡിഫൻസ് സെക്ടറിൽ താങ്കൾ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് കൂടി ഒന്ന് പറയാം. വിഷ്ണു, ഡിഫൻസ് സെക്ടർ നോക്കുമ്പോഴേക്കും അണ്ടർടോൺ വളരെ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. നമുക്ക് ഒരു വീക്ക്നെസ്സും ഈ സെക്ടറിൽ കാണാൻ സാധിക്കുന്നില്ല. സോ ഡിഫൻസ് സെക്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഏത് മേജർ സ്റ്റോക്ക് ആവട്ടെ, ഭാരത് ഇലക്ട്രോണിക്സ്, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ്, ഷിപ്പ് ബിൽഡിംഗ് കമ്പനികൾ, ഇത് ഏത് എടുത്തു കഴിഞ്ഞാലും അണ്ടർടോൺ വളരെ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ഹൗവർ നമുക്ക് ലോ റിസ്ക് ആയിട്ട് പുതിയ ബൈങ് അവസരങ്ങൾ വളരെ ചുരുക്കുക. സോ നമ്മൾ കറക്ഷൻ നടക്കുന്ന സമയത്ത് മാത്രമേ ഈ ഒരു സെക്ടറിൽ പുതിയ ലോങ് പൊസിഷൻസ് എടുക്കാൻ ശ്രമിക്കാവൂ. ബട്ട് മറ്റൊരു സെക്ടറിന്റെ ശ്രദ്ധയിലോട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇറ്റ് ഇസ് റെയിൽവേ സ്റ്റോക്സ്. സോ പ്രേക്ഷകർ ശ്രദ്ധിച്ച് ഇന്ന് ഈ ആഴ്ച പഠിക്കേണ്ട ചില സ്റ്റോക്സ് IRFC, റെയിൽടെൽ, ഇർകോൺ, IRCTC, RVNL മുതലായ എല്ലാ റെയിൽവേ സ്റ്റോക്സിലും നമ്മൾ പഠിക്കണം. കാര്യം ഈ ആഴ്ച നമുക്ക് ഇൻവെസ്റ്റിംഗ് ആൻഡ് ട്രേഡിംഗ് അവസരങ്ങൾ ലഭിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്ക് യു സാർ. ഏതായാലും ഇത്രയും അപ്ഡേറ്റ്സും അനാലിസും മൈക്കിന്റെ പ്രേക്ഷകർക്കായിട്ട് പങ്കുവച്ചതിന്. ഇതോടെ മാർക്കറ്റ് പ്ലസിന്റെ എപ്പിസോഡ് ഇപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കണം. നമ്മൾ അടുത്ത ഷോ എന്ന് പറയുന്നത് മാർക്കറ്റ് സ്ക്രീനറാണ്. സോ പ്രേക്ഷകർ ഇവിടെ തന്നെ തുടരുക. സ്റ്റേ ട്യൂൺഡ്.